ബലാത്സംഗ ആരോപണത്തെ തുടർന്നുണ്ടായ 15 ദിവസത്തെ അജ്ഞാതവാസത്തിന് വിരാമമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് രേഖപ്പെടുത്താനെത്തി. പാലക്കാട്ടെ പോളിംഗ് ബൂത്തിൽ CPM പ്രവർത്തകരുടെ കൂവലുകൾക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ പൂച്ചെണ്ടുകൾക്കുമിടയിൽ തികച്ചും നാടകീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പരാതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിർണായക നിരീക്ഷണങ്ങളോടെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായിരിക്കെ 15 ദിവസത്തെ അജ്ഞാതവാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വരവ് കേവലം വോട്ട് രേഖപ്പെടുത്തൽ എന്നതിനപ്പുറം നിലവിലെ രാഷ്ട്രീയ നാടകത്തിലെ നിർണായകമായ ഒരേട് കൂടിയാണ്. വൈകുന്നേരം ഏകദേശം 5 മണിയോടെ പാലക്കാട് കുന്നത്തുറമേട് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. രാവിലെ എത്തിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം എന്ന രാഷ്ട്രീയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കെ അദ്ദേഹം എത്തിയത്. CPM പ്രവർത്തകർ കൂകി വിളിച്ചാണ് രാഹുലിനെ വരവേറ്റതെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്ക നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ 2 പ്രതികരണങ്ങളും കേസിനോടുള്ള രാഷ്ട്രീയ ചേരികളുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം വ്യക്തമാക്കിയ അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. രാഹുലിൻ്റെ വരവുമായി പാർട്ടിക്ക് ആശയവിനിമയമൊന്നുമില്ല എന്നായിരുന്നു KPCC നേതൃത്വത്തിൻ്റെ ആദ്യ പ്രതികരണം. ഈ നാടകീയ രംഗങ്ങൾ കേവലം ഒരു MLAയുടെ മടങ്ങിവരവായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അജ്ഞാതവാസത്തിന് കാരണമായതും കോടതിയുടെ നിശ്ചിത വിമർശനത്തിന് വിധേയമായതുമായ നിയമപരമായ ആരോപണങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് കേവലം ഒരു നിയമ നടപടി എന്നതിലുപരി MLAക്കെതിരായ പരാതിയുടെ അടിത്തറയെന്ന് തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. തിരുവനന്തപുരം സെഷൻസ് ജഡ്ജ് S. നസീറയുടെ നിരീക്ഷണത്തിൽ കേസിൻ്റെ ഗതിയിൽ നിർണായകമായി. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി പ്രധാനമായും സംശയമുന്നയിച്ചത് പരാതി നൽകാനുണ്ടായ കാലതാമസവും അതിന് പരാതിക്കാരി നൽകിയ വിശദീകരണത്തിലെ വൈരുദ്ധ്യവുമാണ്. കോടതിയുടെ പ്രധാന ചോദ്യങ്ങൾ ഇവയായിരുന്നു. എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി? പരാതി പോലീസിന് നൽകാതെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകാനുള്ള കാരണമെന്ത്? പീഡനത്തിന് ശേഷവും പ്രതിയുമായി ബന്ധം പുലർത്തിയതെന്തിന്? പരാതി നൽകാൻ വൈകിയതിന് യുവതി പല ഘട്ടങ്ങളിലായി 3 വ്യത്യസ്ത കാരണങ്ങൾ ബോധിപ്പിച്ചു. രാഹുലിനെ സുഹൃത്തുക്കളെയും ഭയമായിരുന്നു എന്ന് ഒരിടത്ത് പറയുമ്പോൾ കുടുംബത്തിലെ സൽപ്പേരിനെ ബാധിക്കുമെന്ന ആശങ്കയാണ് കാരണമെന്ന് മറ്റൊരിടത്ത് പറയുന്നു. ഇതിനെല്ലാം പുറമെ രാഹുൽ തന്നെ വിവാഹം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നത് കൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്നും മൊഴിയുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ പരാതിയുടെ വിശ്വാസ്യതയെ സംശയത്തിലാക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ചാറ്റ് തെളിവുകൾ പരിശോധിച്ച കോടതി ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന തീയതിക്ക് ശേഷവും പരാതിക്കാരിയും പ്രതിയും സാധാരണ നിലയിൽ ബന്ധം പുലർത്തിയിരുന്നുവെന്ന് കണ്ടെത്തി. നിഷ്ഠൂരമായ ഉപദ്രവം നേരിട്ടുവെന്ന് ആരോപിക്കുന്ന ഒരാൾ അതിനുശേഷവും പ്രതി തന്നെ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിലെ പൊരുത്തക്കേടും കോടതി എടുത്തു പറഞ്ഞു. ഈ സംശയങ്ങളെല്ലാം പരിഗണിച്ച് ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ സംശയാസ്പദമാണെന്ന് വിലയിരുത്തിയാണ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്.